നമ്മൾ ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്ക് തന്നെയാണ്. പതിവ് പോലെ തലസ്ഥാനത്ത് നിന്ന് തുടങ്ങണമെന്നാണല്ലോ പറയാ. അവിടെ TV പ്രസാദ് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ദിവസം റോഷിവാലിനെയായിരുന്നു നമ്മൾ കണ്ടത്. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും TV പ്രസാദിലേക്ക് എത്തുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് തെക്കൻ വാർത്തകൾ എന്ന്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് റോഷ്നി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് രാവിലെ? എന്തായാലും ഒന്ന് കാലത്ത് നിങ്ങൾക്ക് നല്ലോണം ഓടേണ്ടി വരും അല്ലെ TV പ്രസാദ്? കാരണം ഈ ബ്രൂവറി വിവാദത്തിൽ ഈ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പോവുകയാണല്ലോ പ്രതിപക്ഷമൊക്കെ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചുണ്ട്, എല്ലാം ഉണ്ട്, സഭയിലും പ്രതിഷേധം കനക്കും അല്ലെ TV പ്രസാദ്? ഉറപ്പായും ആ സഭയിൽ ഉന്നയിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇന്നെന്തായാലും ഉണ്ടാകില്ല ബ്രൂവറി എന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് പ്രധാനമായും നമ്മുടെ കലാരാജീവിനെ തട്ടിക്കൊണ്ടുപോയ കേസാണ് സഭയിൽ ഉന്നയിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. അതിൽ പോലീസ് സഹായിച്ചുകൊണ്ട് തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണത്തിലേക്ക് അതെത്തിക്കാനുള്ള ഒരു നീക്കമാണ് എന്നുള്ളതാണ് ആ പ്രതിപക്ഷ നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇന്നു മുതൽ കഴിഞ്ഞ 2 ദിവസം സഭ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അത് മറ്റ് നടപടികളായിരുന്നു. നയപ്രഖ്യാപന പ്രസംഗവും ചരമോപചാരവും അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നെങ്കിൽ ഇന്നു മുതലാണ് യഥാർത്ഥ പൂരം തുടങ്ങുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ആദ്യത്തെ ദിവസം കലാരാജീവിനെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ഉന്നയിക്കും. കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തും. ഒപ്പം പോലീസും CPM നേതാക്കളും ചേർന്നുള്ള ഒരു തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണമാണ് എന്നുള്ളതാണ് പ്രധാനമായും ആരോപണമായി ഉന്നയിക്കാൻ സാധ്യത. നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ബ്രൂവറി ആരോപണം അത് വരുന്ന ദിവസങ്ങളിൽ വരും. അതോടൊപ്പം തന്നെ വന്യമൃഗ ആക്രമണം വലിയ രീതിയിൽ കൂടുകയാണ്. നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ പിടിപ്പുകേട് എന്ന ആരോപണവുമായി അതും നിയമസഭയുടെ മുന്നിലേക്ക് വരും. അതോടൊപ്പം തന്നെ നിയമസഭയ്ക്ക് പുറത്ത് ശക്തമായ പ്രതിഷേധവുമായി ആഞ്ഞടിക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബ്രൂവറി വിഷയത്തിലുള്ള മാർച്ചുണ്ട്. അങ്ങനെ ഇനിയുള്ള ദിവസങ്ങൾ സംഭവബഹുലമായിരിക്കും എന്നുള്ളതാണ്. ശരിയാണ്. ഈ സഭയ്ക്കകത്തും പുറത്തും ഈ വിഷയങ്ങളൊക്കെ ഉന്നയിക്കാൻ തന്നെയാണ് പ്രസാദ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്ന് അറിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ നോക്കുകയാണ്. ഈ കലാരാജുവിന്റെ കാര്യം വന്നാൽ പോലീസ് സഹായത്തോടെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു ആരോപണമാണല്ലോ അല്ലേ ഇപ്പൊ നിലനിൽക്കുന്നത്. അത് വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കാനും ശ്രമിക്കും പ്രതിപക്ഷം. ഉറപ്പായിട്ടും അത് തന്നെയാണ് പ്രതിപക്ഷം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത് തന്നെ അതൊന്നും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. നിരവധി ആരോപണങ്ങൾ പോലീസിനെതിരെ ഉയരുന്ന ഘട്ടത്തിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ അത് പോലീസിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് എന്ന ഒരു ചർച്ചയുണ്ടാക്കുക എന്നുള്ളത് UDFനെ സംബന്ധിച്ച് അവർക്കൊരു രാഷ്ട്രീയമായുധമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് നിയമസഭ നടക്കുന്ന സമയത്ത് കിട്ടുന്ന വിഷയങ്ങളെ അതൊരിക്കലും പ്രതിപക്ഷ നേതാക്കൾ മിസ് ചെയ്യില്ല. അതെന്തായാലും സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരികയും അതിലൊരു പ്രശ്നമുണ്ടാക്കുകയും അത് ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് വലിയ വിവാദമാക്കി വിഷയമാക്കി നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും റീസെന്റ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. പിന്നെ ബ്രൂവറി ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്യമൃഗ ആക്രമണമുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരിക തന്നെ ചെയ്യും. മാത്രമല്ല മറ്റൊരു വാർത്ത പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ നെയ്യാറ്റിൻകര ഗോപന്റെ സംസ്കാരം അത് മഹാസമാധി എന്ന പേരിൽ കുടുംബം നടത്തിയെങ്കിലും ഈ രാസപരിശോധനാ ഫലമൊക്കെ നിർണായകമാണ്. അന്വേഷണം ഇപ്പോഴും തുടരുകയുമാണ്. അപ്പൊ ഈ ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനാ ഫലം എപ്പോൾ അത് ലഭിച്ചതിന് ശേഷം തുടർ നടപടി സ്വീകരിക്കാനാണല്ലോ അല്ലേ തീരുമാനം? അതെ റോഷ്നി, അത് നെയ്യാറ്റിൻകര ഗോപന്റെ മൃതശരീരം മറവ് ചെയ്തു, സംസ്കാരമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും ആ അന്വേഷണം അത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. നിലവിൽ അസ്വാഭാവികതയില്ല എന്ന് പറഞ്ഞത് ഒരു പ്രാഥമികമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട് പോലീസിന്. അത് കിട്ടണമെങ്കിൽ സ്വാഭാവികമായി ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലം കിട്ടണം. സാധാരണഗതിയിലുള്ള കേസിലാണെങ്കിൽ ഒരുപാട് വൈകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ കേസിൽ ഇത്രയും സെൻസേഷനായ ഹൈക്കോടതിയുടെ മുന്നിലുള്ള കേസായതുകൊണ്ട് തന്നെ എത്രയും വേഗം കിട്ടാനുള്ള നടപടി ഇതിനകം തന്നെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ആന്തരികാവയവ പരിശോധനയുടെ ഭാഗമായി മാത്രമേ എങ്ങനെയാണ് മരണം എന്ന രീതിയിലേക്ക് പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്.
മക്കളുടെ മൊഴിയിൽ നേരത്തെ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. സമയത്തെക്കുറിച്ചും എപ്പോഴാണ് സമാധി ഇരുത്തിയത് എന്നതിനെ കുറിച്ചും ഒക്കെയുള്ള മൊഴികളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തതയുള്ള വൈരുദ്ധ്യങ്ങളുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി വീണ്ടും അവരുടെ മൊഴിയെടുക്കും. ഒപ്പം നാട്ടുകാർ, ബന്ധുക്കൾ, അവരുടെ എല്ലാവരുടെയും മൊഴിയെടുക്കലും പോലീസ് തുടരുകയാണ്. പോലീസിനെ സംബന്ധിച്ച് ഈ മരണത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇനി ഉണ്ടെങ്കിൽ തന്നെയും അതിന്റെ നടപടികളിലേക്ക് പോകേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വിശ്വാസപ്രകാരം സമാധി ഇരുത്തി എന്ന് പറയുന്ന ആ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നതും. എന്തായാലും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് പ്രാഥമികമായ വിവരം മാത്രമാണ്. അസ്വാഭാവികതയൊന്നുമില്ല എന്ന് പറയുന്നത് തികച്ചും പ്രാഥമികമാണ്. ആന്തരിക അവയവ പരിശോധന ഫലം കൂടി വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലുള്ള ഒരു ശാസ്ത്രീയമായ വേർഷൻ അത് പോലീസിന് കിട്ടുകയുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ പോലീസ് മുന്നോട്ട് പോവുക. ശരി, എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കട്ടെ അല്ലേ വെങ്കി? അതായത് ഒരുപാട് വാർത്തകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിയമസഭ തന്നെയാണ് അല്ലേ റോഷ്നി? അതായത് തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർക്ക് ഇനി കുറച്ച് ദിവസം ഒരു വിശ്രമം ഒക്കെ കുറവായിരിക്കും എന്നർത്ഥം. അതെ, അപ്പൊ പ്രസാദ് ഇനി അങ്ങോട്ട് തുടർന്ന് ജോലികളിലേക്ക് പോവുകയാണ് ഈ ദിവസം.